ജൂൺ 1 ആയിട്ട് എന്റെ അനിയത്തി സ്കൂളിൽ പോകുന്നതാണ് ഈ കാണുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ രാവിലെ തന്നെ കുന്നത്തേളി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇന്ന് ജപിക്കാനും ധ്യാനിക്കാനൊക്കെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പൊ ഞാൻ എനിക്കുള്ള പ്രസാദം എല്ലാം വാങ്ങി ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി നടക്കും. ഇവിടെ വന്നവർക്കറിയായിരിക്കും അമ്പലത്തിന്റെ അകത്തും പുറത്തുമായി ധാരാളം സ്ഥലം വിസ്തരിച്ച് കിടക്കും. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവം. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ഈ നിൽക്കുന്ന തിരുമേനിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ നന്ദിയാണ് ഉദ്ദേശിച്ചത്. പക്ഷിയുടെ പേര് അനന്തു എന്നാണ്. പിന്നെ ആ നിൽക്കുന്ന തിരുമേനിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ പാൽപ്പായസം വളരെ രുചികരമാണ്. അത് കുടിച്ചിട്ടുള്ള എന്റെ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ കുന്നത്തളി ക്ഷേത്രത്തിലേക്ക് പോയാൽ എനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഈ പായസം വളരെ ഇഷ്ടമായിട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നൈവേദ്യം നമ്മൾ രുചി വെച്ച് അളക്കാൻ പാടില്ല, എങ്കിൽ പോലും നല്ല രുചിയുണ്ടായി. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ അനിയത്തി 8ാം ക്ലാസ്സിലേക്ക് ആവാണ്. അപ്പൊ അവളുടെ ഫസ്റ്റ് ദിവസമാണ്. അപ്പൊ അവള് പറൂരുള്ള ഏത് സ്കൂളിലാണ് ചേർന്നതെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. സ്കൂൾ വിട്ട് തിരിച്ചു വന്നിട്ടുള്ള പരാതി പറച്ചിലാണ് കാണുന്നത്. പരാതിയൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാരും കൂടെ ഒന്ന് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. ദൃശ്യം 3 കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദൃശ്യം 3 കാണാൻ ചെന്നിരിക്കുന്ന കാഴ്ചയാണ് ഇത്. അപ്പൊ പടമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.